ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. ഈ ഒരു ജീപ്പ് നമ്മൾ ഫുള്ളി പുതിയൊരു ജീപ്പാക്കി എടുക്കും. നമ്മൾ ആ ഒരു വിശ്വസത്തിലേക്ക് ക്രാഷ് കാർഡ് പറിച്ചെടുക്കണം. നമ്മളൊരു പകുതിയായിട്ട് പറിച്ചെടുത്തു. ക്രാഷ് കാർഡ് നമ്മൾ ഈ ആവശ്യമില്ല. നമുക്ക് ക്രാഷ് കാർഡ് നമ്മൾ വേറെ ബമ്പർ, ഇവിടെ വേറൊരു വലിയൊരു ബമ്പർ പോലെ നമ്മൾ പിടിപ്പിക്കും. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് വർക്കൊക്കെ ഇവിടെ ചെയ്യും ഗൈസ്, അല്ലേ? നമ്മൾ ഗ്രില്ലൊക്കെ മാറ്റുന്നുണ്ട് ഈ വണ്ടിയുടെ. നിങ്ങൾ ഈ വണ്ടി ഇപ്പം കാണുന്നതല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടിയുടെ പെയിന്റിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മളിപ്പോൾ അടിക്കണ കളർ ഒരു സാബ് ഗ്രീൻ കളറാണ്. ഇതാണ്ട നമുക്ക് പാർട്ട് 1 വീഡിയോ കേട്ടോ. സെക്കൻഡ് പാർട്ട് നമ്മൾ ഇടും. നമുക്ക് ഇത്രയും, അതായത് നമ്മൾ ഈ കാണിക്കുന്ന ഇത്രയും ഭാഗം നമ്മൾ ഇത്രയും ഇവിടെയൊക്കെ നമുക്ക് വേറെ സ്റ്റിക്കർ ഇട്ടിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ പച്ച അടിച്ചു, എന്നിട്ട് ഇവിടെ നമ്മളൊരു സംഭവം പിടിപ്പിക്കുന്നുണ്ട്. നമുക്ക് നോർമൽ നമ്മൾ ഈ റൂഫ് ടോപ്പിൽ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ജസ്റ്റ് ഒരു ലൈറ്റ് പിടിപ്പിക്കാനുള്ള സ്പേസ് നമ്മളത് നേരത്തെ കൊടുത്തത്. ഇനി നമ്മൾ ഇവിടെ മാത്രമേ നമ്മളിപ്പോൾ പച്ച അടിക്കുന്നുള്ളൂ. നമ്മളിനി ഈ അലോയ് പോലത്തെ ഡിസൈൻ, ഇതൊക്കെ എൻ്റെ പണ്ടത്തെ കുറുമ്പാണ്. ഇവിടുത്തെ വീടും നമുക്ക് കാണിച്ചെടുക്കാം. എല്ലാം പറഞ്ഞു ശ്രീഹരി, ഇതങ്ങടുത്ത് പറഞ്ഞേക്കാം. ഇതാവശ്യമില്ല, പൊളി. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡാഷ് ബോർഡിന് കളർ അടിക്കാം. അപ്പം ജീപ്പിൻ്റെ ഒരു സൺഗ്ലാസ് പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ എക്സ്റേ ഫിലിമാണ് നമ്മളപ്പം സൺഗ്ലാസ് പോലെ കൊടുക്കണം. ഓക്കെ, ഇത്രയും മണി കഴിഞ്ഞു. അപ്പോൾ പച്ച അടിക്കേണ്ട ഭാഗത്തൊക്കെ പച്ച അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെയൊക്കെ ഒരു ഓഫ് റോഡ് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കറാണ് കൊടുക്കുന്നത്. ഓക്കെ, പച്ച അടിക്കേണ്ട ഭാഗത്തൊക്കെ പച്ച അടിച്ചു. ഓക്കെ, നമ്മൾ വണ്ടിക്ക് അതെ. അപ്പോൾ ഈ കളർ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കളറിൻ്റെ ആവശ്യമില്ല. നമുക്ക് അടുത്ത കളറിലേക്ക് കിടക്കാം. വാ, അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടിക്ക് വേണ്ട ബമ്പർ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഈ വണ്ടി ഒരു ഓഫ് റോഡ് സ്പെക്കി പണിയാനാണ് എൻ്റെ പ്ലാൻ. അപ്പം നമുക്ക് വണ്ടിയുടെ ബമ്പർ നോക്കാം. ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യും. നമ്മൾ ഈ ബമ്പറിലേക്ക് കുറേ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ബമ്പർ മാത്രമായിട്ടാണ്. ഇവിടെ നമ്മൾ മറ്റേ നിന്ന് കഴുകാൻ വേണ്ടിയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഇതിൽ കെട്ടി വയ്ക്കാൻ ഹാങ്ങറുണ്ട്. ഇവിടെ ഹാങ്ങറുണ്ട്. പിഞ്ച് ആ സംഭവം. ഓക്കെ, ഇനി നമ്മൾ നമ്പർ പ്ലേറ്റ്, നമ്മൾ ഈ വണ്ടിക്കൊക്കെ ഇവിടെ അല്ല, ഈ ബമ്പറിലല്ല നമ്പർ പ്ലേറ്റ് വരാറുള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇവിടെയൊക്കെ ചിലപ്പോൾ നമ്പർ പ്ലേറ്റ് ഇരിക്കും. അതാണ് ഈ വണ്ടി. നമ്മൾ പക്ഷേ പിടിപ്പിക്കുന്ന ഇവിടെയാണ്, ബമ്പറിലാണ്. ഇനി നമ്മൾ വണ്ടിയിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി മിക്കവാറും എഴുതും. പക്ഷെ ഇവിടെ ഒന്നും എഴുതുന്നില്ല. ഇവിടെ നമുക്ക് വേണം ചുമ്മാ ഒന്ന് റെഡ് കളർ അടിക്കണം. എന്നിട്ട് നമ്മൾ മിറർ പിടിപ്പിക്കും. ഇവിടെ ആയിട്ട് നമ്മൾ ഒരു ലൈറ്റ്, വലിയൊരു ലൈറ്റ് പിടിപ്പിക്കും. ഇവിടെ പിടിപ്പിക്കും.
ഇതാണ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ലൈറ്റ് പണിയാം. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ താണ്ട ലൈറ്റ് ഇപ്പോൾ റൗണ്ടിലങ്ങ് കട്ട് ചെയ്യുവാണ്. ഒരു അടിപൊളി വലിയൊരു ലൈറ്റാണ് ഇതിൻ്റെ. നമ്മൾ ഗ്രില്ല് അപ്പം ഏത് ഡിസൈൻ ചെയ്യണമെന്ന് നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ലേ, ആവശ്യമില്ല. ഈ 2 ലൈറ്റ് നമ്മൾ എന്താ ഇത് നമ്മൾ രണ്ടും കണ്ട ഇങ്ങനെ പിടിപ്പിക്കും. ഒരു താറിന്റെ ഒരു ലുക്കാണ്. ഇതൊരു ഓൾഡ് മോഡൽ താറാണല്ലേ. ഒരു ഇത് താറൊന്നും പറയാൻ പറ്റില്ല. ഒരു ഹിന്ദിക്കാരായ ജീപ്പ് പോലെ ഉണ്ട് അല്ലേ. കാണിച്ചിട്ട് ഗ്രില്ല് നമ്മളപ്പം മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രില്ലിന്റെ ഷേപ്പാണ്. നമുക്ക് അടുത്തൊരു സാധനം മുറിച്ചിട്ട് നമ്മൾ ആ സാധനം ഇവത്തെ പിടിപ്പിക്കുന്നുണ്ട് ഗ്രില്ലിൽ. എൻ്റെ ഒരു സാധനമുണ്ട്. ആ സാധനം നമ്മൾ 2ആയിട്ട് മുറിക്കും. ശ്രീഹരി ഓരോരോ കോപ്രായൊക്കെ നമുക്ക് ഈ സാധനം ഇവിടെ പിടിക്കണം. നമ്മളിന്ന് ഈ സാധനം അങ്ങ് മുറിച്ചെടുക്കണം. അപ്പം നമ്മളിനി ഇത് രണ്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ ലുക്ക് ഒയ്യോ മകനെ സീനേ സീനേ വേറെ ലെവല് കേസ്. നമ്മള് അപ്പം വണ്ടി നിങ്ങൾക്ക് എത്ര ശതമാനം തോന്നുന്നു? 100-ലൊരു എത്ര ശതമാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? കമൻറ്റ് ചെയ്യൂ. നിനക്ക് എത്ര ഇഷ്ടപ്പെട്ടു? എനിക്കൊരു വണ്ടി പണിത് വരുമ്പോഴേ അതിന്റെ ലുക്ക് ശരിക്കും അറിയത്തുള്ളൂ അല്ലേ. എനിക്ക് 100-ലൊരു 68. നമ്മള് നമ്പർ പ്ലേറ്റ് അപ്പം താണ്ടേ ഈ ബമ്പറയിൽ നമ്മൾ നമ്പർ പ്ലേറ്റ് ഉപയോഗിക്കുന്നു. അപ്പം ഇത് പാർട്ട് 1 വീഡിയോ ആണ്. അപ്പം പാർട്ട് 2 ഉണ്ടാക്കുന്ന ബാക്കിയുള്ള നിങ്ങൾ കാണുക. ആ വീഡിയോയിൽ ഞാൻ ഉണ്ടായില്ല. ബമ്പറയിലായിട്ട് നമ്മൾ 2 ലൈറ്റ് പിടിപ്പിച്ചു. ലൈറ്റ് പോലത്തെ ഒരു മോഡൽ പിടിപ്പിച്ചു. നമ്മുടെ വിഞ്ച് അങ്ങ് പിടിപ്പിക്കണം. പെയിന്റ് അടിച്ചിട്ടല്ലേ ഒട്ടിക്കണം? പെയിന്റ് അടിക്കാൻ അല്ല, അവിടെ വെച്ചിട്ട് നമ്മൾ പെയിന്റ് അടിക്കും. അപ്പൊ ഈ ബമ്പറിന് നമ്മൾ അടിക്കുന്ന കളർ ഏതാന്ന് എന്നോട് ചോദിക്കും. അപ്പം ബമ്പറിന് ബ്ലാക്ക് അല്ലേ പൊളി? ബമ്പറിന് നമ്മൾ ബ്ലാക്ക് അടിക്കും. നല്ല ലുക്കായിരിക്കും. അത്യാവശ്യം നല്ല കിടിലനായി. ലൈറ്റ് പിന്നെ നമുക്ക് കളറിനെന്തോ കണ്ടോ പറയാൻ പറ്റത്തില്ല. ഒരു മഞ്ഞ കളർ അടിച്ചാൽ വേണേ അല്ലേ, കുറച്ച് ഡിസൈൻ കൂടി കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ ഈ വണ്ടിക്ക് വിഞ്ച് പിടിപ്പിക്കുന്നില്ല. വിഞ്ചിന്റെ ആവശ്യം നമുക്കിവിടെ ഇല്ല. എനിക്കൊരു കാര്യം മനസ്സിലായി, വിഞ്ച് പിടിച്ച് ഈ വണ്ടിയിൽ നിൽക്കും. ഇനി ഒരു ചെറിയ നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കി നമ്മൾ. ഇതെന്തിനാന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ബാക്കിൽ വെക്കാൻ വേണ്ടിയുള്ളതാണ്. ബാക്കിൽ വേണം നമുക്കിത് സ്റ്റെപ്പിൻ്റെ ഇവിടെ ആയിട്ട് വേണം. ഇതേ അല്ലെ നമുക്കിത് ഇങ്ങനെ വെക്കാൻ വേണേ. സാധാ ഇവിടെ വെക്കാം, പക്ഷെ ഞാൻ വെക്കുന്നത് ഇത്തോണത് ഇവിടെ ആയിട്ടാണ്. എങ്ങനെയാണെന്ന് നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യണം. വണ്ടി തളവെന്നാണ് ഇപ്പൊ കിടക്കുന്നത്, പക്ഷെ നമ്മളിതൊക്കെ മാറ്റും. എയർ സസ്പെൻഷൻ ലഭിക്കില്ലേ? നമ്മൾ വണ്ടിക്കകത്ത് നമ്മളപ്പോൾ ഇനിയൊരു കാര്യം ചെയ്യും. വണ്ടിയുടെ ഇനിയുള്ള പണി എന്ന് പറഞ്ഞാൽ ഇനി അങ്ങനെ അധികം പണിയില്ല. പണി കഴിയാറായി. ഇനി പെയിന്റ് അടി മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ? ആ ഒരു ചന്ദ്രത്തിലൂടെ പറ്റിയുള്ള അതൊരു പുതിയ വണ്ടി വർക്ക് ചെയ്യല്ലേ? പറടാ. അതെ അതെ, അതൊരു പുതിയ വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ അതിനെ പിടിച്ചിട്ടുണ്ട്. ആ സാധനം പറ്റിക്കാൻ വേണ്ടി കണ്ടോ? അതിന്റെ ആ ഒരു പീസാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്.
റെഡ് ഉണ്ട് guys. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു റെഡ് തീർന്നിരിക്കുകയാണ്. ലാഡറിൽ കയറ്റി ചോദിക്കുന്നു. പിന്നെ മറ്റൊരു റെഡിൽ അത്യാവശ്യം കൂടുതലും ഉണ്ട്. 4x4 ആയിസ് ഇത് കണ്ടോ, ഒരു ടയർ വെച്ചില്ല, 2 ടയർ വെച്ച് കൊള്ളട്ടാ. നല്ല ലുക്കായിരിക്കും അല്ലേ? കാണിച്ച് താഴത്തെ കിടക്കി. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മള് ഈ ഒരു കളർ എവിടെയാണ് കൊടുക്കുന്നത് ചോദിച്ചാൽ വണ്ടിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ചുമ്മാ ഒന്ന് അവിടെ ബമ്പർ പിടിപ്പിക്കാനുള്ളതല്ലേ. ശരിയാണ്. അപ്പൊ ഇനി നമ്മള് വണ്ടിയിൽ റെഡ് അടിക്കാൻ മാത്രം സ്ഥലമൊന്നുമില്ല. നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട് ആ ഒരു ഭാഗം ഫുള്ളായിട്ട്, ആ ഒരു ലൈനിൻ്റെ ഉള്ളിൽ, ആ ലൈനിൻ്റെ ഉള്ളിൽ ഈ ഒരു ലൈൻ മാത്രമാണ്. ഇവിടെ ആ ടയറിൻ്റെ ഭാഗം എന്നാലും ഇവിടെ കൂടി കൊടുക്കുക, ഒരു രസമുണ്ടാവും. അവിടെ കൊടുക്കുമ്പോൾ നമ്മൾ മഡ്ഗാർഡിൽ ഒരു റെഡ് ലൈൻ കൊടുക്കുന്നുണ്ട്. ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ലൈൻ അല്ലേ? ഭംഗിക്കടി ഇത്ര അടിക്കുന്ന ബേസ് കാരണം എന്താ പറഞ്ഞാൽ നമുക്ക് അവിടെ ബമ്പർ പിടിക്കാൻ ഉള്ളതുകൊണ്ടാണ് അല്ലേ? അല്ലേ നമ്മൾ ഇത്രയൊക്കെ അടിച്ചു. പിന്നെ ആക്സിലേറ്റർ ബ്രേക്കിന്റെ ഒക്കെ പെഡൽ കൊടുക്കുന്നുണ്ട് അല്ലേടാ? അതൊക്കെ ഓൾറെഡി ഉണ്ട്, എന്നാലും നമ്മൾ പിന്നെ ഒരു എക്സ്ട്രാ നമ്മളൊരു വലിയതാണ് അതൊക്കെയാണ് വിളിച്ചത് അല്ലേ? ഓൾറെഡി ഒക്കെ 4x4 സ്റ്റിക്കർ ഇതൊക്കെ ഞാൻ പണ്ട് ചെയ്താട്ടോ. ഞാൻ പണ്ടും ഇങ്ങനെ ഒരാളൊക്കെ ചെയ്യുമായിരുന്നു. DJ ഇരട്ടേന്ന് DJ ബസ് കളക്ഷൻ കണ്ടോ ഗൈസ്? അവിടെ ഉണ്ടാക്കിയ ബസ് 3 ഉണ്ട്. എടാ ആ ഓറഞ്ചിന്റെ പേരെന്താടാ? അപ്പുറത്തെ ആ മറ്റേ ആ ഒരു ഡംബർ എന്നുള്ള വണ്ടിയാ, ഡംബർ. ആ അതില് എന്താ നീ പേരൊട്ടിച്ചാണ്? രുദ്രേ? ശരിയാട്ടെ, രാവണൻ. ഈ ഒരു വശത്തായിട്ട് മഹീന്ദ്രയുടെ ചിഹ്നത്തില് നമ്മളപ്പോ അതവിടെ നമുക്ക് ആവശ്യമില്ല. മഹീന്ദ്രയുടെ ചിഹ്നം അവിടെ നമ്മൾ കളഞ്ഞു. സത്യം പറഞ്ഞ വണ്ടിയുടെ പോണത്ത് ഫുള്ള് റെഡാക്കിയ പൊളിയായിരിക്കും കേട്ടോ. എനിക്ക് ഇത് എവിടെയാണ് ഇതൊക്കെ മേടിച്ചപ്പോഴേ കിട്ടിയതാണ് അല്ലേ? ഈ വണ്ടി നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്. യാരുടെ കയ്യിൽ നിന്നാന്ന് പറഞ്ഞാൽ ശ്രീഹരിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. ഓക്കെ, നമ്മളൊരു കളർ അടിച്ചു. നമ്മൾ കളറായിട്ട് ജസ്റ്റ് ഒരു കണ്ണു പോലെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഗൈസ്, അപ്പം ഞാൻ ഈ വണ്ടി കൊടുക്കാൻ കാര്യം എന്താ പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ടെറസിൻ്റെ പക്കത്താണ് ഇത് കിടന്നു വെച്ചത്. പിന്നെ ഞാൻ വിചാരിച്ച് ഇത് അവിടെ കിടന്നിട്ട് വേറെ കാര്യമൊന്നുമില്ല, അപ്പോൾ ഇവൻ്റെ കൊടുത്ത ഇവൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മോഡിഫിക്കേഷനൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാണ്. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ സെക്കൻഡ് പാർട്ട് നമ്മളിപ്പോൾ ഇടാം കേട്ടോ, അപ്ലോഡ് ചെയ്യാം. നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.